ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 70. സുദർശന ശാപമോക്ഷവും ശംഖചൂഡവധവും അരിഷ്ടവധവും. ശ്ലോകം 3. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിതപാഹസം ത ഇഹ മാം വ്യഥുർവാഹസം ഭവത്പദസമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിത് അപാഹസം ത ഇഹ മാം വ്യഥുർവാഹസം ഭവത് പദ സമർപ്പണാത് അമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സുദർശനധര, സുദർശന ചക്രം കയ്യിലുള്ളവനെ. പ്രഭോ, സർവശക്തനായ ഭഗവൻ. അഹം, ഞാൻ. സുദർശനാഖ്യ, സുദർശനം എന്നു പേരുള്ളവൻ. അസ്മി, ആകുന്നു. ക്വചിത്, ഒരിക്കൽ. മുനീൻ, മുനിമാരെ. അപാഹസം, അപഹസിച്ചു. തേ, ആ മുനിമാർ. ഇഹ, ഈ സ്ഥലത്ത്. മാം, എന്നെ. വാഹസം, പാമ്പാക്കി. വ്യഥു, തീർത്തു. ഭവത്പദ സമർപ്പണാത്, അങ്ങയുടെ പാദം വെച്ചതുകൊണ്ട്. അമലതാം, പരിശുദ്ധിയെ. ഗത, പ്രാപിച്ചവനായി. അസ്മി, തീർന്നു. ഇതി, ഇപ്രകാരം. അസൗ, ഈ ഗന്ധർവൻ. സ്തുവൻ, അങ്ങയെ സ്തുതിച്ച്. നിജപദം, തൻ്റെ ഗന്ധർവലോകം. യയൗ, പോയി. ഗോപ, ഗോപന്മാർ. മുദ, സന്തോഷത്തോടു കൂടി. വ്രജപദം ച, ഗോകുലത്തിലേക്കും. ഗതാ, പോയി. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സുദർശനധര, സുദർശന, ദ എന്നുള്ളത് തെയ്യൽത്തെ, ധ എന്നുള്ളത് ധനം എന്നുള്ളതിലത്തെ. പ്രഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നനു, ഈ വാക്കിൻ്റെ ഫസ്റ്റിൽ നമ്മൾ നാ എന്ന് ഉച്ചരിക്കണം. രണ്ടാമത് വരുന്നത് ന എന്നാണ് വരിക. അപ്പോൾ നനു. സുദർശനാഖ്യോസ്മ്യഹം, സുദർശന, ഇവിടെ അതേപോലെ ദ എന്നാണ്. സുദർശനാഖ്യോ, ഖ്യോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആഖ്യോ എന്ന് നീട്ടിയിട്ട് സ്മ്യഹം എന്ന് പറഞ്ഞാൽ മതി. മുനീൻ ക്വചിത് അപാഹസം ത ഇഹ മാം വ്യഥുർവാഹസം. വ്യഥുർ, ഥു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭവത്, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പദസമർപ്പണാദമലതാം, പദസമർപ്പണാദമലതാം. ഗതോസ്മീത്യസൗ, ഗതോ നീട്ടിയിട്ട് സ്മീത്യസൗ അങ്ങനെ പറഞ്ഞാൽ മതി. സ്തുവൻ നിജപദം യയൗ വ്രജപദഞ്ച ഗോപാമുദാ. വ്രജപദഞ്ച, ഞ്ച എന്നുള്ളത് ഞാ ച എന്നാണ്. ഗോപാമുദാ, ദ എന്നുള്ളത് തെയ്യൽത്തെ. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിതപാഹസം ത ഇഹ മാം വ്യഥുർവാഹസം ഭവത്പദസമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദാ. അടുത്തത് 4ാമത്തെ ശ്ലോകം. കഥാപി ഖലു സീരിണാ വിഹരതി ത്വയി സ്ത്രീജനൈർജഹാര ധനദാനുകസ്സകില ശംഖചൂഡോബലാ അതിദ്രുതമനുദ്രുതസ്തമഥ മുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യാ ദദാ.
ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കഥാപി ഖലു സീരിണ വിഹരതി ത്വയി സ്ത്രീജനൈർജഹാര ധനദാനുക സ കില ശംഖചൂഡോ ബലാ അതിദ്രുതം അനുദ്രുത സ്തമഥ മുക്ത നാരീജനം രുരോജിഥ ശിരോമണിം ഹലഭൃതേ ച തസ്യാദദാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കഥാപി ഖലു ഒരു ദിവസമാകട്ടെ, ത്വയി അങ്ങ്, സീരിണ ബലരാമനോടും, സ്ത്രീജനൈ ഗോപസ്ത്രീകളോടും കൂടി, വിഹരതി ലീല ചെയ്യുമ്പോൾ, ധനദാനുക കുബേരഭൃത്യനായ, സ ആ, ശംഖചൂഡൻ, അബലാ സ്ത്രീകളെ, ജഹാര കില അപഹരിച്ചു കൊണ്ടുപോയി, അഥ അതിനുശേഷം, അതിദ്രുതം വേഗത്തിൽ, അനുദ്രുത പിന്നാലെ ഓടിച്ചെന്ന്, മുക്തനാരീജനം സ്ത്രീകളെ ഉപേക്ഷിച്ചു പോയ, തം അവനെ, രുരോജിഥ അവിടുന്ന് വധിച്ചു, തസ്യ ആ ശംഖചൂഡൻ്റെ, ശിരോമണിം ശിരോരത്നം, ഹലഭൃതേ ബലരാമനായി, ആദദാ അങ്ങു നൽകി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കഥാപി ദ എന്നുള്ളത് ദയയിലത്തെ, ഖലു എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. സീരിണ വിഹരതി ത്വയി സ്ത്രീജനൈർജഹാര ചേർത്ത് ചൊല്ലുമ്പോൾ ജഹാര 2 ജ എന്ന് വേണം. സ്ത്രീജനൈർ അവിടെ വിട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ ജഹാര 1 ജ എന്ന് മതി. ധനദാനുഗസ്സ കില ധന എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഊന്നി പറയണം. ധനദാനുക അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സാന്ന് 1 സാ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ശംഖചൂഡോ ബലാ ശംഖചൂഡോ ശംഖ എന്നുള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ചൂഡോ എന്നുള്ളത് 3ാമത്തെ ഡ എന്നാണ്. ട ഠ ഡ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട. അബലാ അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം. അതിദ്രുതമനുദ്രുതസ്തമഥ അതിദ്രുതം അനുദ്രുതസ്തമഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മുക്തനാരീജനം രുരോജിഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശിരോമണിം ഹലഭൃതേ ഭൃ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ച തസ്യ ആദദാ ചേർത്തിട്ട് തസ്യാദദാ നീട്ടിയിട്ട് വിസർഗം. ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. കഥാപി ഖലു സീരിണ വിഹരതി ത്വയി സ്ത്രീജനൈർജഹാര ധനദാനുഗസ്സ കില ശംഖചൂഡോ ബലാ അതിദ്രുതമനുദ്രുതസ്തമഥ മുക്തനാരീജനം രുരോജിഥ ശിരോമണിം ഹലഭൃതേ ച തസ്യാദദാ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.